നമസ്കാരം. വെടിനിർത്തൽ ധാരണ തകർന്നതിനെ തുടർന്ന് ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ രാജ്യത്ത് ജനരോക്ഷം ശക്തമാകുന്നു. ഡെയിലി മെയിൽ ജെഎൽ പാർട്ട്നേഴ്സ് നടത്തിയ പുതിയ സർവേ പ്രകാരം ട്രംപിന്റെ യുദ്ധ നയങ്ങളെ വെറും 32% ആളുകൾ മാത്രമാണ് പിന്തുണയ്ക്കുന്നത്. അതേസമയം സൈനിക നടപടി തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് 49% പേർ അഭിപ്രായപ്പെട്ടു. യുദ്ധത്തിൽ 17 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്ത സാഹചര്യത്തിൽ ട്രംപിന്റെ മൊത്തത്തിലുള്ള ജനപ്രീതി 44% ഇടിഞ്ഞു. ജനുവരിയിൽ തുടക്കമിട്ട സൈനിക ഇടപെടലിനോട് വോട്ടർമാർക്കിടയിൽ വലിയ എതിർപ്പാണ് നിലനിൽക്കുന്നത്. സ്വന്തം പാർട്ടി അനുഭാവികൾക്കിടയിലും ട്രംപിനുള്ള പിന്തുണ മുൻമാസങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്നതായി സർവേ വ്യക്തമാക്കുന്നുണ്ട്. സമീപ ഭാവിയിലൊന്നും തന്നെ ഈ രക്തച്ചൊരിച്ചിൽ അവസാനിക്കില്ലെന്നാണ് ഭൂരിഭാഗം അമേരിക്കക്കാരുടെയും വിലയിരുത്തൽ. സമാധാന കരാറിലെത്താൻ 1 വർഷത്തിലധികം സമയമെടുക്കുമെന്ന് 26% പേരും എത്ര നാൾ യുദ്ധം നീണ്ടു നിൽക്കുമെന്ന് വ്യക്തതയില്ലെന്ന് 32% പേരും അഭിപ്രായപ്പെട്ടു. 1 മാസത്തിനകം സമാധാന കരാർ ഉണ്ടാകുമെന്ന് 5% പേർ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. സംഘർഷം വീണ്ടും രൂക്ഷമായതിന്റെ പ്രധാന ഉത്തരവാദിത്തം പ്രസിഡന്റ് ട്രംപിനാണെന്ന് 32% വോട്ടർമാർ വിശ്വസിക്കുന്നു. അതേസമയം 19% പേർ മാത്രമാണ് ഇതിൽ ഇറാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത്. ഇറാന്റെ പാലങ്ങളും ഊർജ്ജ നിലയങ്ങളും തകർത്ത് ചർച്ചകൾക്ക് നിർബന്ധിതരാക്കുന്ന US തന്ത്രത്തിന് അമേരിക്കൻ പൊതുസമൂഹത്തിൽ പരിമിതമായ പിന്തുണ മാത്രമാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജോർദാനിൽ നടന്ന ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 2 അമേരിക്കൻ സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഒരാളെ കാണാതായിട്ടുണ്ട്. 19-കാരിയായ പ്രൈവറ്റ് ഇസബെല്ല ഗോൺസാലാസ്, 25-കാരനായ ഫസ്റ്റ് ലഫ്റ്റനന്റ് ടൈലർ ജെയിംസ് ഫീഫാൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സൈനികരുടെ മരണസംഖ്യ ഉയരുന്നതിനൊപ്പം പെന്റഗണിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. നേരത്തെ നടന്ന ആക്രമണങ്ങളിൽ പരിക്കേറ്റ സൈനികരുടെ വിവരങ്ങൾ പെന്റഗൺ പുറത്തുവിടാതെ മറച്ചുവെച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഈ ആരോപണങ്ങൾ നിഷേധിച്ച പെന്റഗൺ വക്താവ് കടുത്ത ആഘാതമേറ്റ ഭൂരിഭാഗം സൈനികരും ചികിത്സയ്ക്ക് ശേഷം ജോലിയിൽ തിരിച്ചെത്തിയതായി അറിയിച്ചു. അമേരിക്കൻ സൈനികരുടെ മരണത്തിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപ് ഇറാനോട് അതിരൂക്ഷമായി പ്രതികരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഓരോ അമേരിക്കൻ സൈനികന്റെ മരണത്തിലും ഇറാൻ വൻവില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇതിനുള്ള നിർദ്ദേശം പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിനും സൈനിക മേധാവികൾക്കും നൽകിയതായും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനിലെ സൈനിക താവളങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ അമേരിക്ക വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഡ്രോൺ മിസൈൽ കേന്ദ്രങ്ങൾ തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോൾ മേഖലയിലെ US കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനും ശക്തമായ തിരിച്ചടി തുടരുകയാണ്.